നമസ്കാരം. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ എന്ന് വേണ്ട സകല മേഖലയിലുമുള്ള ആളുകൾ ഒരേ സമയം ഉറ്റുനോക്കുന്ന, കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം നാളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നടക്കാൻ പോവുകയാണ്. ബഹ്റുൽ ഉലൂം നഗറിൽ സമസ്ത 100ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് വിളംബരം നടക്കുകയാണ്. ഇവിടെ ഈ വിളംബര പരിപാടിയുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. തീർച്ചയായും ഈ ഐക്യം യാഥാർത്ഥ്യമായാൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഐക്യത്തിനെതിരായി കൊണ്ടുള്ള ഒരു പ്രതികരണം, ഒരു പ്രഖ്യാപനം കാന്തപുരത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലുമില്ല. സുന്നി ഐക്യം അതുണ്ടാകണം, അതുണ്ടായേ മതിയാകൂ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും, അതുപോലെ തന്നെ ഇവിടെ ഖലീൽ ബുഖാരി തങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സുന്നി ഐക്യം അത് യാഥാർത്ഥ്യമാകണം എന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ സമയത്ത് കാസർഗോഡ് സമസ്തയുടെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലും വിട്ടുപോയവരൊക്കെ തിരിച്ചു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം ഈ ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. വിട്ടുപോയവരൊക്കെ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം, ചർച്ചകൾ നടക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ചില ഭാഗത്തു നിന്നൊക്കെ ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് അതിനെതിരാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നേതൃത്വത്തിലുള്ള ചില ആളുകളുണ്ട്, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പുറത്ത് EK സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇന്ന് ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ എന്താണ് നാളത്തെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തായിരിക്കും പ്രഖ്യാപനം എന്നൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു വിവരം, അവരൊക്കെ പറഞ്ഞൊരു വിവരം എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഈ ഐക്യം ഉണ്ടാവുക, അതിനെക്കുറിച്ചൊന്നും കൃത്യമായി ആരും എവിടെയും പറഞ്ഞിട്ടില്ല. എന്തായാലും കാന്തപുരം ഉസ്താദ് നാളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം നമുക്കൊന്നും വായിച്ചെടുക്കാൻ കഴിയില്ല, അദ്ദേഹം എന്താണ് പറയുന്നത് അതുപോലെ നടക്കും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും ഇന്ന് മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു ഐക്യം അത് ഉണ്ടാവുകയാണെങ്കിൽ, അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, അത് രൂപപ്പെടുകയാണെങ്കിൽ, അത് കേരളത്തിലെ ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത ഒരു വലിയ സംഭവമായി അത് മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ സുന്നി എന്ന് പറയുന്ന വിഭാഗം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശക്തി എന്താണ് എന്നുള്ളത് കഴിഞ്ഞ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ EK വിഭാഗവുമായി ബന്ധപ്പെട്ട ആ സമസ്തയുടെ ശക്തി എന്താണ് എന്നുള്ളത് കാസർഗോഡ് കുനിയയിൽ നടന്ന ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടും നമ്മൾ കണ്ടതാണ്. ഈ അടുത്ത സമയത്ത് നടന്ന 2 പരിപാടി എന്നുള്ള നിലക്കാണ് ഞാൻ ഈ 2 പരിപാടി ചൂണ്ടിക്കാണിച്ചത്. നേരത്തെയും ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട്. ഈ 2 സംഘടനകളും ശക്തരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഈ 2 ശക്തികൾ ഒന്നായാൽ അതൊരു മഹാശക്തിയാകും, ഐക്യമത്യം മഹാബലം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അഭിപ്രായങ്ങൾ പറയാനും അവകാശങ്ങൾ നേടിയെടുക്കാനും സുന്നികൾക്ക് കഴിയും, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാനിവിടെ ആദ്യമേ പറഞ്ഞത്, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ, എല്ലാ മേഖലകളിലും ഇടപെടുന്ന ആളുകൾ നാളത്തെ പ്രഖ്യാപനം എന്താണ് എന്നവരിങ്ങനെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രഖ്യാപനം കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളും ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് അധികം ദിവസമില്ല, ഏപ്രിൽ മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. 3ാം ഭരണം ഉണ്ടാകും എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുമ്പോൾ ഇനി അധികാരത്തിൽ ഇടതുപക്ഷം എത്തില്ല എന്ന് പറഞ്ഞ് UDF-ഉം ശക്തമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള പല വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ 2 സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കുമുണ്ട്. എല്ലാവരും ഒരേ രാഷ്ട്രീയ നിലപാടിൽ പോകുന്ന ആളുകളല്ല. എന്തായാലും ഒന്നായി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിച്ചാൽ പല മേഖലകളിലും മാറ്റമുണ്ടാകും, അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകും, പറഞ്ഞ കാര്യങ്ങൾ അത് നടത്തിയെടുക്കാൻ ഇന്ന് ഇരു സംഘടനയും അക്കാര്യത്തിൽ ഒന്നും പുറകിലല്ല. ഇവിടെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ സിറാജിന്റെ ഒരു തിരുവനന്തപുരം ബ്യൂറോ ചീഫ്, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 14 ജില്ലകളിലും പ്രതിഷേധ സ്വരങ്ങൾ അലയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തി ഇവിടെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ. അതായത് ബഷീറിന് നീതി ലഭിക്കണം എന്നൊരു ആവശ്യവുമായിട്ടാണ് അവരെല്ലാവരും ഇറങ്ങിയത്. വലിയ ഒരു ശക്തി പ്രകടനം തന്നെയാണ് ആ ഒരു പ്രതിഷേധ ജാഥയിൽ നമ്മളൊക്കെ കണ്ടത്. അതുപോലെ തന്നെ EK വിഭാഗം സമസ്തയും ഒട്ടും പുറകിലില്ല.
പറയാനുള്ള കാര്യങ്ങൾ പറയാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ഒക്കെയുള്ള ശേഷി ആ സംഘടനക്കുമുണ്ട്. സ്വന്തമായി ശേഷി തെളിയിച്ച രണ്ട് സംഘടനകളാണ് ഒന്നാകാൻ പോകുന്നത്. തീർച്ചയായും അത് ഒന്നാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഒരു ഐക്യം ഉണ്ടാകട്ടെ. രണ്ടുപേരും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. പിന്നെ എന്തിനാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന കാര്യം ഞാൻ ചോദിച്ചിരുന്നു. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഒന്നാവട്ടെ, ഒരുമിച്ച് നിൽക്കട്ടെ, ഐക്യപ്പെടട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന കാര്യമാണ് ഞാൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞത്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് എങ്ങനെ സംഭവിക്കും, എങ്ങനെയായിരിക്കും, അതിന്റെ ചർച്ചകൾ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക എന്ന രീതിയിലൊക്കെയുള്ള ചില സംശയങ്ങൾ ചിലർ പങ്കുവെക്കുന്നു. അതുമായി ബന്ധപ്പെട്ടും ചിലരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. രണ്ട് സംഘടനകളും രണ്ടായി തന്നെ നിൽക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരില്ല, കുറ്റപ്പെടുത്തില്ല. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റക്കെട്ടായി ഒരുമിക്കേണ്ട സമയങ്ങളിലേക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകും. ഒരു പൊതുവിഷയം വരുമ്പോൾ ഒന്നാകും. സംഘടനകൾ രണ്ടും രണ്ടായിരിക്കും, എന്നാൽ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കും, ഒരുമിച്ച് നിൽക്കും എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളാണ് പല പ്രമുഖരുടെ ഭാഗത്തു നിന്നും വരുന്നത്. ആരും കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അതേസമയം ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഐക്യം സംഭവിക്കും. അത് ഇരുവിഭാഗം സമസ്തയിലുള്ള നേതാക്കന്മാരും ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഐക്യത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം, ഒരു പ്രഖ്യാപനം എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന് നാളെ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഐക്യം സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.